എന്തുകൊണ്ടാണ് അയാൾക്ക് ടീമിലെത്താൻ മറ്റൊരാളുടെ പരിക്കിനെ ആശ്രയിക്കേണ്ടി വരുന്നത്? കമാൻഡേറ്റർമാർക്ക് ചോദിക്കാനുള്ളത് ആ ചോദ്യം തന്നെയായിരുന്നു. അതെ, നമുക്കും അതുതന്നെയാണ്. ഒരു T20 ഓപ്പണർ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് കൃത്യമായി കാട്ടിക്കൊടുക്കുന്ന ഇന്നിങ്സാണ് സഞ്ജു കളിക്കുന്നത്. തുടക്കം മുതലേ ഇൻ്റന്റ് പ്രകടമായിരുന്നു. സൂര്യയെയോ ഗില്ലിനെയോ പോലെ ഒരു കൊല്ലം മുഴുവൻ ഫോം ഔട്ടായാലും ടീമിൽ നിലനിൽക്കാനുള്ള പ്രിവിലേജ് ഒന്നുമില്ലാത്ത ഒരു കളിയിലെ പരാജയം വെച്ച് ജഡ്ജ് ചെയ്യപ്പെടുന്ന മനുഷ്യന് വേറെ ഒരു മാർഗമില്ലല്ലോ. കടുത്ത സമ്മർദ്ദമാണ് എന്ന് ഓർക്കണം. നാളെ ന്യൂസിലൻഡ് സീരീസിനും T20 ലോകകപ്പിനുള്ള ടീമിനെ തിരഞ്ഞെടുക്കുന്ന ദിവസം കൂടിയാണ്. വീണ് കിട്ടിയ അവസരമായാലും ഒറ്റ പരാജയം മതി അയാളെ എക്കാലത്തേക്കും പുറത്തിരുത്തുവാൻ. മാർക്കോ യാൻസന്റെ 2ാം ഓവറിൽ അവസാന പന്ത് ലെങ്ത് പന്താണ്. കരുത്ത ടെസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടൊരു പിക്കപ്പ് ഷോട്ട്. പന്ത് വൈഡ് ലോങ് ഓണിന് മുകളിലൂടെ അതിർത്തി കടക്കുമ്പോൾ സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര T20 കരിയറിൽ 1000 റൺസ് പൂർത്തിയാകുകയായിരുന്നു. ബാറ്റ്മാൻ്റെ ഓവർ പിച്ചിൽ പന്തിൽ കളിക്കുന്ന മനോഹരമായ സ്ട്രൈറ്റ് ഡ്രൈവ് സഞ്ജുവിൻ്റെ ക്ലാസ്സാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പവർ പ്ലേ കൃത്യമായി മുതലെടുക്കുന്ന സ്ട്രോക്ക് പ്ലേയുടെ ഇമ്പാക്റ്റ് എന്താണെന്നും ഒരിക്കൽ കൂടി അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ടാണ് അയാൾ ആ കളം വിടുന്നത്. T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീം അർഹിക്കുന്ന ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് കൂടി മടങ്ങിയെത്തുകയാണെന്ന് എനിക്ക് തോന്നി. അതെ, അയാളെ കാരണങ്ങളേതുമില്ലാതെ പുറത്തിരുത്തിയവർക്കും അസൂയമൂത്ത സെലക്ടർമാർക്കുമുള്ള മറുപടിയായിരുന്നു 168 സ്ട്രൈക്ക് റേറ്റോടെ 4 4ഉം 2 6കളും അടങ്ങുന്ന എണ്ണം പറഞ്ഞ 30 റൺസ്. അതെ, സഞ്ജു അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളെല്ലാം എത്ര ശ്രമിച്ചാലും അയാളുടെ ശിരസിന് മുകളിൽ നിങ്ങൾ ഉയർത്തി നിൽക്കുന്ന 60 കത്തിക്ക് മൂർച്ച പോരാതെ വരും. കാരണം നിങ്ങൾ എത്ര തളർത്താൻ ശ്രമിച്ചാലും ഒരു കാളക്കൂറ്റിനെ പോലെ അയാൾ നിരന്തരം ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരിക്കും. യെസ്, സഞ്ജു ഈസ് ബാക്ക്. For a second there, thought he was in the game. Sanju Samson has been mistiming it for sixes here tonight here.